ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ബൂം ബോക്സുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നാഷണൽ പാനാസോണിക്കിൻ്റെയും ഹിറ്റാച്ചിയുടെയൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുമല്ല, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കളക്ഷനിലുള്ള കുറേ സാധനങ്ങളുണ്ട്. അത് കാണാനായിട്ട് നമ്മൾ നേരെ ചവറയ്ക്ക് പോവുകയാണ്. ചവറയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണുവിൻ്റെ കയ്യിലാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ ചവറയിലോട്ട് പോകുന്നു. അപ്പം ഇനി നമുക്ക് ചവറയിൽ പോയിട്ട് കാണാം. അയ്യോ, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ വിഷ്ണുവിൻ്റെ കടയിൽ വന്നു കേട്ടോ. വിഷ്ണുവിൻ്റെ കടയിൽ വന്നപ്പോൾ ഇരിക്കുന്ന സെറ്റിൻ്റെ കളക്ഷൻസ് കണ്ടോ? ഇത് നോക്ക്. ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് മോഡൽ പറഞ്ഞു തരാം. അതുകൊണ്ട് നാഷണലും ഷാർപ്പും ഇതൊക്കെയാണ് പഴയ പുലി സാധനങ്ങൾ. പിന്നെ അങ്ങേയറ്റത്തെ ഒരു സാധനം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ? AFD എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ? ഇത് കിടില സാധനമാണ് കേട്ടോ. നാഷണൽ പാനാസോണിക്കിൻ്റെ ആംബിയൻ സ്റ്റീരിയോ എന്ന് പറഞ്ഞ സാധനമാണ്. നല്ല വെയിറ്റാണ് ഇതിനൊക്കെ. പിന്നെ അതാണ്ട ഇത് കണ്ട ഷാർപ്പിൻ്റെ സെറ്റ് ബൂം ബോക്സ് കിടില സാധനമാണ്. അതാണ്ട് ഇതെല്ലാം കിടില സാധനം. 1 2 3 4 5 ഏതാണ്ട് 6-7 സെറ്റ് ഇരിപ്പുണ്ട് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറെ പരിചയപ്പെടണ്ടേ? ഇതാണ് നമ്മുടെ വിഷ്ണു. നമ്മുടെ നേരത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുവിൻ്റെ കളക്ഷനാണ് ഈ കാണുന്നതൊക്കെ. ഇത് ഒള്ളി കളക്ഷൻ മാത്രമാണോ അതോ ഇത് സാറ് കൊടുക്കുമോ? കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാം എൻ്റെതല്ല, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെതാണ്. 2 സെറ്റുകളുള്ള എൻ്റെത് 3-4. പിന്നെ അത് നമ്മുടെ ഒരു ചേട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഇരിക്കുക, അത് കൊടുക്കണം. അത് ശരി. എൻ്റെ ഒരു 2-3-4 സെറ്റ് ഉണ്ട് ഇതിനകത്ത്. കൊടുക്കാനുള്ള സെറ്റുകൾ ഉണ്ടല്ലോ ഇതിനകത്ത്. ഇത് കൊടുക്കുമോ? ഇത് കൊടുക്കാൻ വെച്ചേക്കും. ഇത് കൊടുക്കാൻ വെച്ചേക്കും. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഈ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി. ഇല്ലയോ? ആ നമ്പറല്ലേ ഈ കാണുന്ന? ആ നമ്പറിലല്ലേ വാട്സപ്പ്? ആ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ആവശ്യമുള്ളവർ. പിന്നെ കുറേ സെറ്റുകളുണ്ട്. ഇതൊക്കെ ഏത് കാലഘട്ടം കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 അല്ലേ? 85 റേഞ്ചിൽ വരുന്ന സെറ്റുകളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സെറ്റുകളാണ്. പിന്നെ ഇതിൻ്റെ മൊത്തത്തിൽ പറയുന്നത് എല്ലാവരും എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഒറ്റ ബാക്കി പറയുന്നത് ബെൽറ്റ് പ്രോബ്ലം കിട്ടാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷേ ബെൽറ്റ് കിട്ടാൻ പാടാ. ബെൽറ്റിൻ്റെ മാത്രമല്ല, ഫ്ലൈ വീല് കംപ്ലൈൻ്റ് ആയിരിക്കും, ഇഞ്ചർ ഓട്ടർ കംപ്ലൈൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും കൊച്ചു വീലുകളൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലൈൻ്റ് ആയാലും ഇങ്ങനെയൊക്കെ വരും. വിഷ്ണു എത്ര വർഷത്തെ കളക്ഷൻ ഉണ്ട്? കളക്ഷനായിട്ട് അങ്ങനൊന്നും ഇല്ല. ഈ അടുത്ത കാലത്ത് കുറച്ച് നാളായി, 4-5 വർഷത്തിന് മേളിലായി. കുറെ സെറ്റുകൾ ഉണ്ടായിരുന്നു. കുറെയൊക്കെ എല്ലാ റോഡ് പണിയൊക്കെ വന്നപ്പോൾ കുറെ സെറ്റ്. വിഷ്ണുവിന് ഇവിടെ മൊബൈൽ ഷോപ്പാണ് കേട്ടോ. നമ്മുടെ ചവറയില് റോസ് മിലൻ ഗാഡ്ജറ്റ്സ്. ചവറ ജംഗ്ഷനിൽ തന്നെയാണ്. കൊല്ലം ചവറ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇതിൽ പോകുന്നവർ വന്ന് കയറിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാനുണ്ടെങ്കിൽ അത് തരും. ഇപ്പം അങ്ങനെ ഒരുപാട് ഇതിപ്പോൾ ഒരുമിച്ച് ഒരു പാർട്ടി എൻ്റെ കയ്യിൽ ഇരുന്നല്ല ഇതിനകത്ത്. അപ്പോൾ പുള്ളിക്കാരൻ കൊടുക്കാൻ ഏൽപ്പിച്ചപ്പോൾ ഞാൻ മുമ്പേ ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊടുക്കാനുള്ള സെറ്റുകളും ഉണ്ട്, കളക്ഷനുള്ള സെറ്റുകളും ഉണ്ട്. അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതൊക്കെ വിഷ്ണു വാട്സപ്പ് ചെയ്ത് തരും. എനിക്കൊന്ന് വിളിക്കുന്നതിനൊക്കെ നല്ലത് ആ നമ്പർ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇല്ലേ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അപ്പോൾ ഇത് ഒരു സെയിൽ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. നമ്മുടെ ഫ്രണ്ടാണ് വിഷ്ണു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കുറേ സെറ്റുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട്. അപ്പം 2 ദിവസം മുമ്പ് വന്നപ്പോൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ഇരിക്കുന്ന സെറ്റൊക്കെ നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഇരിക്കുന്ന സെറ്റൊക്കെ. പിന്നെ കുറേ ഓഡിയോ കാസറ്റ് കളക്ഷനും ഉണ്ട്. ഓഡിയോ കാസറ്റ് സെയിലിന് വല്ലതും ഉണ്ടോ? ഇരിപ്പുണ്ടോ? ഇംഗ്ലീഷ് എങ്ങണം? ഇംഗ്ലീഷ് ഓഡിയോ കാസറ്റ് സെയിൽ ഇരിപ്പുണ്ട്. ഹിന്ദിയും തമിഴും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ വാട്സപ്പ് ചെയ്താൽ മതി. ഇത് നാഷണൽ പാനാസോണിക്കിൻ്റെ 466 എന്ന് പറഞ്ഞ ഒരു മോഡൽ സെറ്റാണ്. സ്റ്റീരിയോ ആണ്, കറക്റ്റ് വിൻറ്റേജ്. നാഷണൽ താണ്ട ഇവിടെ മേളിലായിട്ട് നാഷണൽ പാനാസോണിക്കിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. MW, SW1, SW2, SW3 ഉണ്ട് കേട്ടോ. പിന്നെ ബാസ്, ട്രബിള്, ബാലൻസ്, വോളിയം. പിന്നെ താണ്ട ഇതിനകത്ത് ഇൻഡിക്കേറ്റർ, ഇതിനകത്ത് മറ്റേ വ്യൂ മീറ്റർ ഉണ്ട്. പിന്നെ മേളിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ട്യൂണിങ്ങിൻ്റെ സെക്ഷനൊക്കെ വരുന്നത്. പിന്നെ സൈഡിലായിട്ട് ട്യൂണിങ്ങിൻ്റെ നോബ്, മോണോ സ്റ്റീരിയോ ആക്കുന്നത്, നോർമൽ കാസറ്റ്, നമ്മുടെ മെറ്റൽ കാസറ്റ് അങ്ങനെയോട്ട് സെലക്ട് ചെയ്യുന്ന സെലക്ടർ, പിന്നെ
ഇത് നമ്മുടെ റേഡിയോയിലും ടേപ്പിലോട്ടുമാണ് സെലക്ടർ സ്വിച്ച്. ഇത് മെക്കാനിസത്തിൻ്റെ സെക്ഷൻ. മെക്കാനിസത്തിൻ്റെ സെക്ഷനിൽ എജക്റ്റിന് താണ്ട ഒരു ചെറിയൊരു സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പോസ്, സ്റ്റോപ്പ്, പ്ലേ, റീവൈൻഡ്, ഫോർവേഡ്, റെക്കോർഡ്, പ്ലേ, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഈ സാധനം കറക്റ്റ് നമ്മുടെ നാഷണൽ പാനാസോണിക്കിൻ്റെ 543യുടെ ഗ്രില്ലാണ് കേട്ടോ. 543ക്ക് ഇതേപോലത്തെ ഗ്രില്ലാണ് വരുന്നത്. പിന്നെ അതാണ്ട് ഈ ഫ്രണ്ടിലായിട്ടാണ് അതാണ്ട് ഇതിന് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാവുന്ന ഇത് കൊടുത്തേക്കുന്നത്. ഇവിടെ കൗണ്ടർ മീറ്റർ, കാസറ്റ് ഇവിടെ ഇടാവുന്ന ടൈപ്പാണ് ഈ ഒരു സെറ്റിനകത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ, അപ്പോൾ ഇതിനകത്ത് കണ്ട ഇവിടെയാണ് ഹെഡ്ഫോണിൻ്റെ ഇത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാവുന്ന ഇത് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയാണ്, സൈഡിൽ വന്നിട്ട് താണ്ട ഇത് നമ്മുടെ ഫൈൻ ട്യൂണിൻ്റെ സൈഡിലാണ്. ഇതാണ് കേട്ടോ ട്യൂണിങ്ങിൻ്റെ ഈ ഒരു സെക്ഷൻ. പിന്നെ ആൻറ്റിന താണ്ട് ഇവിടെയാണ് ഇതിന് കൊടുത്തേക്കുന്നത്. പിന്നെ ബാക്കിലായിട്ട് ഉള്ളത് താണ്ട റിമോട്ട്, മൈക്ക്, ലെഫ്റ്റ് റൈറ്റ് കണക്ട് ചെയ്യാം, ലൈൻ ഇന്നുണ്ട്, ലൈൻ ഔട്ടുണ്ട്, എക്സിറ്റ് ഉണ്ട്, റെക്കോർഡ്, പ്ലേ, കുറേ ഓപ്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് സെറ്റ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ സാധനത്തിന്. അടിപൊളി സെറ്റ്. അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളെ പ്ലേ കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ കേൾപ്പിക്കാം, കോപ്പിറൈറ്റ് അടിക്കാതിരുന്ന. അപ്പോൾ അടുത്ത സെറ്റ് നമുക്ക് നോക്കാം. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഷാർപ്പിൻ്റെ ബൂം ബോക്സ് ആണ് കേട്ടോ. ഷാർപ്പിൻ്റെ ബൂം ബോക്സ് എന്ന് പറയുമ്പം ഷാർപ്പിൻ്റെ GF7474 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് കേട്ടോ ഇത്. ഇതിനകത്ത് കാസറ്റ് ഇടുന്നത് നമ്മുടെ ഡക്ക് ടൈപ്പിലാണ്. കാസറ്റ് ഇങ്ങനെ കുനിച്ചാണ് കേട്ടോ ഇടുന്നത്. ഇതിൻ്റെ എല്ലാം അത്യാവശ്യം നല്ല നീറ്റ് സെറ്റുകളാണ് ഇതെല്ലാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ മെക്കാനിസത്തിൻ്റെ പിന്നെ പോർഷൻ വരുന്നുണ്ട്. പിന്നെ സിൽവർ കളറാണ് കേട്ടോ, ഇത് ഫുള്ള് സിൽവർ കളറാണ്. അകത്തെ സ്പീക്കർ കാണാൻ പറ്റും. അത് ഈ ബൂം ബോക്സിനൊക്കെ ഒരു ടൈപ്പ് ഗ്രില്ലൊക്കെയാണ് വരുന്നത്. അകത്തെ സ്പീക്കറൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാം. വൈറ്റ് കളർ സ്പീക്കറാണ് വരുന്നത് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഇത് മെയിനായിട്ട് ഓളിയം കൺട്രോൾ വരുന്നുണ്ട്. ഇത് 2-way 4-way സ്പീക്കേഴ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാലൻസ് കൊടുത്തിട്ടുണ്ട്, ടോൺ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫംഗ്ഷൻ്റെ ആണ് കേട്ടോ. ടേപ്പ് റേഡിയോയിലോട്ട് സെലക്ട് ചെയ്യുന്നത്. പിന്നെ FM-ൻ്റെ മോണോ സ്റ്റീരിയോ, പിന്നെ ബാൻഡ് FM, AM, SW1, SW2, ഇത്രയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടിലത്തെ ലുക്കിൽ ഉള്ളത്. 4 ഇഞ്ചിൻ്റെ 2 സ്പീക്കറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 2 ട്യൂട്ടർ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അത്യാവശ്യം നല്ല ഹെവി സെറ്റ്, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹെവി സെറ്റൊക്കെയാണ്. ഓക്സിൻ്റെ ഒക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നാഷണൽ പാനാസോണിക്കിൻ്റെ RX 5080F എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന് ആംബിയൻ സ്റ്റീരിയോ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്ന ഒരു 85-90 കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയതാണ് അല്ലേ, അതെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6 കിലോ വെയിറ്റ് ഇതിനുണ്ട്. 6 ഇഞ്ചിൻ്റെ 2 സ്പീക്കറുകളും 2 ട്യൂട്ടറുമാണ് വരുന്നത്. ഇതിനകത്ത് പാട്ട് കേൾക്കാൻ വേറെ ലെവൽ ക്വാളിറ്റി എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനിതിനകത്ത് കേട്ടിട്ടില്ല. അപ്പോൾ നോക്കട്ടെ, നമുക്ക് കേൾപ്പിക്കാൻ പറ്റുമെങ്കിൽ കേൾപ്പിക്കാം. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേൾപ്പിക്കാനുള്ള പാട്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഫ്രണ്ടിലായിട്ട് ഫോണോ അത് കൊടുത്തേക്കുന്നത്. പിന്നെ വോളിയം കൺട്രോൾ ആണ്, ചെറിയ കൺട്രോളുകളാണ്. വോളിയം, ബാസ്, ട്രെബിൾ, ബാലൻസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന ടൈപ്പ്. പിന്നെ സെലക്ടർ സ്വിച്ച്, അതിനകത്ത് ടേപ്പ്, റേഡിയോ, ലൈൻ ഇൻ. പിന്നെ വന്നിട്ട് മോഡ് സ്റ്റീരിയോ മോണോയിലോട്ടാക്കുന്നത്. പിന്നെ മെറ്റൽ ടൈപ്പ് കാസറ്റ്, കോർ ടു, നോർമൽ എല്ലാം ഇതിനകത്ത് ഇടാൻ പറ്റും. പിന്നെ ബാൻഡാണ് കേട്ടോ വരുന്നത്. ബാൻഡിനകത്ത് FM, MW, SW1, SW2, പിന്നെ റെക്കോർഡ് മ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം. അതുകൊണ്ട് ഇവിടെ ആംബിയൻ സ്റ്റീരിയോയുടെ ബാർജിങ് ട്യൂട്ടർ, നല്ല അടിപൊളി ക്വാളിറ്റി എന്നാണ് ഈ സാധനത്തിന് പറയുന്നത്. പിന്നെ അതാണ്ട് ഇതിനകത്തും നമ്മുടെ കാസറ്റ് ഇടുന്നത് നമ്മുടെ ഡെക്ക് ടൈപ്പ് കുനിച്ചാണ് കേട്ടോ കാസറ്റ് ഇടുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ലെവൽ മീറ്ററൊക്കെ ഉണ്ട്, ഇൻഡിക്കേറ്ററൊക്കെ ഉള്ള ടൈപ്പ്. പിന്നെ ഇത്രയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ സൈഡിലായിട്ട് വരുന്നത് ഫൈൻ ട്യൂൺ വരുന്നുണ്ട്, ട്യൂണിങ്ങിൻ്റെ സെക്ഷൻ വരുന്നുണ്ട്. ബാക്കിലായിട്ട് ലൈൻ ഇന്നുണ്ട്, ലൈൻ ഔട്ടുണ്ട് എല്ലാം. അപ്പോൾ നമുക്ക് ഈ ആംബിയൻ സ്റ്റീരിയോയ്ക്കകത്ത് ക്രോണിക് ബാച്ചിലറിൻ്റെ കാസറ്റ് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നേ. ഇട്ടു പ്ലേ. നാഷണൽ പാനാസോണിക്കിൻ്റെ 5230F എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ ഇത് നല്ല ഗോൾഡൻ കളർ സെറ്റ്. ഇതും അത്യാവശ്യം നല്ലൊരു ഹെവി സെറ്റാണ്. ഇതും 1980-85 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയ സെറ്റാണ്. ഗോൾഡൻ കളറിലാണ് വരുന്നത്. നല്ല അത്യാവശ്യം നീറ്റ് സെറ്റ്, കാണാനും വൃത്തിയൊക്കെ ഉള്ള ഒരു സെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് നോർമൽ ടൈപ്പ് കാസറ്റും കോർ ടു കാസറ്റൊക്കെ ഇടാൻ പറ്റും. പിന്നെ മീറ്ററിൻ്റെ ഇത് ബാൻഡ്, സെലക്ടർ സ്വിച്ച് വരുന്നുണ്ട്. സെലക്ടർ സ്വിച്ചിനകത്ത് റേഡിയോ, ടേപ്പ്, ഓക്സ്, ഇത്രയാണ് വരുന്നത്.
പിന്നെ ബാസ് ആൻഡ് ട്രബിൾ കൺട്രോൾ വരുന്നുണ്ട്. ബാസ് ആൻഡ് ട്രബിൾ സെപ്പറേറ്റ് സ്ലൈഡിങ് കൺട്രോൾസ് ആണ് വരുന്നത്, ബാസ് ആൻഡ് ട്രബിളും. പിന്നെ നമുക്ക് വോളിയം ലെഫ്റ്റും റൈറ്റും അതും 2 സ്ലൈഡിങ് ആണ്. പിന്നെ മോഡ് FM മോഡ് സ്റ്റീരിയോയും മോണോയിലോട്ടും ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ടിലായിട്ട് കാണുന്നത് നമ്മുടെ 4 ഇഞ്ചിൻ്റെ സ്പീക്കറാണെന്ന് തോന്നുന്നു. അതാണത് ഫ്രണ്ടിൽ ഇവിടെ ഒരു കൗണ്ടർ മീറ്റർ ഉണ്ട്, റെക്കോർഡ് മ്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെക്കാനിസത്തിൻ്റെ പോർഷനാണ് വരുന്നത്. ഇവിടെ മൈക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാണ്ട് ഇവിടെ നമ്മുടെ ട്യൂണിങ്ങിൻ്റെ സെക്ഷൻ. നമുക്കപ്പോൾ സൈഡിൽ വരുന്നതെന്ന് വെച്ച് കഴിയുമ്പം അതാണ്ട് ട്യൂണിങ്ങിൻ്റെ നോബ് വരുന്നുണ്ട്, ഫൈൻ ട്യൂൺ വരുന്നുണ്ട്. ഈ ബാൻഡ് സ്വിച്ച് വരുന്നത് ഇതിന് സൈഡിലാണ് കേട്ടോ. FM, AM, SW1, SW2 ഇത്രയാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ സെറ്റിനകത്തൊരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇച്ചിരി നേരം കേൾപ്പിക്കാൻ, കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. ആമ്പൽ പോലെ കൂമ്പും കണ്ണിൽ നാണമാ മന്ദം മന്ദ. അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് നാഷണൽ പാനാസോണിക്കിൻ്റെ 5100T എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഈ കണ്ടതിൻ്റെ ഏകദേശം അതേപോലത്തെ സെയിം മെക്കാനിസം ഒക്കെയാണ് കേട്ടോ ഇതിനകത്തും വരുന്നത്. അപ്പം ഇതിനകത്തും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ടേപ്പ് കോർ അത് മെറ്റൽ കാസറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ഇത് ബാൻഡാണ് വരുന്നത്. പിന്നെ മീറ്ററിൻ്റെത്, സെലക്ടർ സ്വിച്ച് സെയിം മെക്കാനിസം ഈ ഇതിനകത്തും ഇതിലും എല്ലാം സെയിം മെക്കാനിസമാണ് കേട്ടോ. ചെറിയ മോഡലിൻ്റെ വ്യത്യാസവും ഫംഗ്ഷൻ വ്യത്യാസവും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഇതിന് പക്ഷേ ഈ ടോൺ കൺട്രോൾ, ബാസ് ആൻഡ് ട്രബിൾ ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് വോളിയം അത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡ് ഇതാണ് ഫ്രണ്ട്. ഇതിപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നോക്കിക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ മെക്കാനിസം ഒക്കെ സെയിം. അത് കണ്ടില്ലേ, ഇതൊരു ഗോൾഡൻ കളറിൽ വരുന്നു, ഇതൊരു ഫുള്ള് സിൽവർ കളറിൽ വരുന്നു. ഇതിനകത്തും വേണ്ട ഈ ഓഡിയോ ലെവലുണ്ട് കേട്ടോ. ഇതിനകത്ത് ഓഡിയോ ലെവലുണ്ട്. ഇത് ഞാൻ പറയാൻ മറന്നു പോയതായിരിക്കും. ഇവിടെ ഓഡിയോ ലെവലുള്ള മോഡലാണ് ഇതെല്ലാം. ഇതൊക്കെ നല്ല കിടിലൻ സെറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെറ്റിനകത്ത് നമുക്കൊന്ന് റേഡിയോ പ്ലേ ചെയ്ത് നോക്കാം. റേഡിയോ ഒക്കെ നാഷണൽ പാനാസോണിക്കിൻ്റെ AFD ഉണ്ടല്ലോ, RX-C51D എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് റേഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോണിയുടെ ഒരു കറക്റ്റ് വിൻറ്റേജ് ബെഡ് ടൈപ്പ് സെറ്റ് കേട്ടോ. സോണിയുടെ സ്റ്റീരിയോ കാസറ്റ് കോഡർ എന്നാണ് എഴുതിയിരിക്കുന്നത്. TC118SD. ഇത് പ്രീഡക്കാണോ? ഇത് ലെഫ്റ്റ് റൈറ്റ് VU മീറ്റർ ഇൻഡിക്കേറ്റർ ഒക്കെ ഉള്ള ടൈപ്പ്. ഇത് ഏത് സെറ്റാണ്? ഇത് കറക്റ്റ് തടിയാ അല്ലേ? ഇത് തടിയാ, ബെഡ് ടൈപ്പ് ആണ് കേട്ടോ സാധനം. അത്യാവശ്യം നീറ്റ് കേട്ടാ, നല്ല നീറ്റ് സാധനം. ഫ്രണ്ടിൽ കാണാം മൈക്ക് കണക്ട് ചെയ്യാം, ഹെഡ്ഫോണ്, പിന്നെ ഇതെന്താ പവർ ഓണ്. ബാക്കിൽ എന്തിനുണ്ട്? ഇതിന്റെ ഔട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഔട്ടൊക്കെ എവിടാ? ബാക്കിലല്ലേ? ബാക്കിലായിട്ടാണ് കണ്ടോ. ഇത് പ്രീഡക്കാ. അപ്പോൾ വേറെ ഏതെങ്കിലും ആംപ്ലിഫയറിൽ കണക്ട് ചെയ്തിട്ട് ഓ അങ്ങനെ കിട്ടിയതാ. ഓക്കെ. ഇത് റെക്കോർഡ് ചെയ്ത് നോക്കിയോ സാധനം? കണ്ടില്ലേ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. സാധാരണ വിഷ്ണു ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടത്തും താഴെ വെക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അടുത്ത ഇത് കണക്കത്തെ എന്തെങ്കിലും വീഡിയോസും സെറ്റൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് സെറ്റ് ഇരിപ്പുണ്ട്, അതൊക്കെ പെതുക്കനെ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഒരു ബൈ പറഞ്ഞേരൊക്കെ വിഷ്ണു, ഒരു ബൈ പറഞ്ഞേരെ. ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.